കേരള പോലീസിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനം കൊടുത്തൊരു റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടാണ് മാധ്യമങ്ങളിലെല്ലാം ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ DGPക്ക് കൈമാറുന്നു. DGP അത് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്ക് കൈമാറുമ്പോൾ സ്വാഭാവികമായും അതിന് ഒരു ഗൗരവമുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ഹൈന്ദവ സംഘടന എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമാക്കിയതിന് ശേഷം ഇത്തരത്തിലൊരു പ്രതികരണം തന്നാൽ മതിയെന്ന് ഹൈന്ദവ സംഘടനകളെല്ലാം തന്നെ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ഒരു പ്രതിനിധിയും കൊട്ടാരം ട്രസ്റ്റി നിയമിക്കുന്ന ഒരു പ്രതിനിധിയും ക്ഷേത്രത്തിൻ്റെ തന്ത്രിയും അടങ്ങുന്ന ഒരു 5-അംഗ ഭരണസമിതിയാണ് ഇന്ന് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണങ്ങൾ കൈയാളുന്നത്. എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിലനിൽക്കുമ്പോൾ ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളത് വളരെ ഗൗരവമായി അത് പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് ഇത്തരത്തിലൊരു വ്യാജ വാർത്ത ഉണ്ടായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് 4-ാം മാസമാണ് ADGPക്ക് അത് കൈമാറിയിട്ടുള്ളത്. അപ്പോൾ അതിനു മുന്നേ സൃഷ്ടിക്കപ്പെട്ട ഇത്തരത്തിലുള്ള ഒരു വ്യാജ വാർത്ത, ആ വ്യാജ വാർത്തയുടെ അടിസ്ഥാനം ഞാൻ അനുമാനിക്കുന്നു ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിരന്തരമായി ഇത്തരം വിഷയങ്ങൾ വ്യാജ വാർത്തകൾ ഉണ്ടാക്കിക്കൊണ്ട് അവിടുത്തെ ഭരണവും അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവിടുത്തെ മൂല്യമുള്ള സ്വത്തുക്കളും കൊള്ളയടിക്കപ്പെടുന്നു എന്നുള്ള വ്യാജ വാർത്ത ഉണ്ടാക്കുവാൻ വേണ്ടി കേരള പോലീസിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനത്തിനെ തന്നെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു എന്ന് വന്നാൽ ഇതിൻ്റെ നേട്ടം കൈയാളുന്നത് സർക്കാരിനാണ്. കാരണം കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സ്വത്തിൽ അമൂല്യമായ വസ്തുക്കളിൽ ഒരു കണ്ണ് ഇവിടെ ഭരിക്കുന്ന സർക്കാരുകൾക്കുണ്ട്. കേരളം കടക്കണിയിലാകുമ്പോൾ സ്വാഭാവികമായും കേരളത്തെ രക്ഷിക്കാം, അതിൽ നിന്ന് പലർക്കും പലതും നേടാം. കാരണം അവിടെ ആ അറകളിലുള്ള സ്വർണത്തിലും വജ്രത്തിലുമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ കണ്ണ് എന്ന് ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് പലപ്പോഴായി ഇത്തരം വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് അവിടെ മുഴുവൻ പ്രശ്നങ്ങളാണ്, അവരുടെ ഭരണത്തിൽ കെടുകാര്യസ്ഥതയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ ക്ഷേത്രത്തെ സർക്കാരിലോട്ട് നിക്ഷിപ്തമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ളൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ട്